ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ സാന്റോസ് ഫോർട്ടലേസയോട് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആരാധകരെ സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്തെന്നാൽ വലിയ ഇടവേളയ്ക്ക് ശേഷം നെയ്മർ ജൂനിയർ വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു. കുറച്ച് മിനിറ്റുകൾ അദ്ദേഹം കളിക്കളത്തിൽ ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതായത് ഒരുപാട് ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 3 ചാൻസുകളാണ് 27 മിനിറ്റ് മാത്രം കളിച്ച നെയ്മർ ക്രിയേറ്റ് ചെയ്തത്. 5 ഷോട്ടുകൾ ഉതിർത്തു. അതിൽ 2 എണ്ണം ടാർഗറ്റിലേക്കായിരുന്നു. കൂടാതെ അറ്റാക്കിംഗ് തേർഡിലേക്ക് 16 പാസുകൾ നൽകാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വലിയ ഒരു ഇമ്പാക്റ്റ് ആണ് പകരക്കാരനായിക്കൊണ്ട് നെയ്മർ ജൂനിയർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് സാന്റോസിന്റെ പരിശീലകനായ ഫോഫിദ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതായത് ഈ മത്സരത്തിൽ കളിക്കാനുള്ള ഒരു അനുമതി അതല്ലെങ്കിൽ അവസരം അത് നെയ്മർ ജൂനിയർ ചോദിച്ചു വാങ്ങിയതാണ് എന്നാണ് സാന്റോസിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ മത്സരത്തിന് മുന്നേ നെയ്മർ ജൂനിയർ എന്നോടൊരു കാര്യം പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ഈ മത്സരത്തിൽ കളിക്കണം. അങ്ങനെയാണ് നെയ്മറെ ഈ മത്സരത്തിൽ നമ്മൾ കളിപ്പിച്ചത്. ഇതാണ് സാന്റോസിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് സാന്റോസിന്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. ധൃതി പിടിച്ചുകൊണ്ട് നെയ്മറെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. അടുത്ത പാൽമിറാസിനെതിരെയുള്ള മത്സരത്തിന് ശേഷം നെയ്മറെ തിരികെ കൊണ്ടുവരാനായിരുന്നു സാന്റോസിന്റെ പദ്ധതി. പക്ഷേ നെയ്മർ ജൂനിയർക്ക് ഉടൻ തന്നെ മടങ്ങിയെത്തണമായിരുന്നു. അതുകൊണ്ടാണ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ മത്സരത്തിൽ തന്നെ കളിപ്പിക്കണമെന്ന് നെയ്മർ നിർബന്ധം പിടിച്ചത്. അതുകൊണ്ടാണ് പരിശീലകൻ നെയ്മറെ കളിപ്പിച്ചിട്ടുള്ളത്. നെയ്മർ ആവശ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നെയ്മർ ഈ ഒരു മത്സരത്തിൽ പുറത്തിരിക്കുമായിരുന്നു. പക്ഷെ എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തി തന്റെ മികവ് വീണ്ടെടുക്കുക എന്ന ഒരു ലക്ഷ്യമാണ് നെയ്മർ ജൂനിയർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിലെ അവസരം നെയ്മർ ജൂനിയർ ചോദിച്ചു വാങ്ങിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.